ഓക്കെ, സിനോജ്, എനിക്കൊന്ന് കുറേ കാലമായി ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിൽ ഫീൽഡിലുള്ള ആളാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് മേഖലയിലെ ഒരു ഇലക്ഷൻ റിപ്പോർട്ടിംഗ് കണ്ടിട്ടുണ്ട്. പാലക്കാടത്തെ ഇലക്ഷൻ റിപ്പോർട്ടിംഗ് ഇത്രയും ദിവസം കാണുമ്പോൾ സിനോജിന് ഫീൽ ചെയ്യുന്നത് എന്താ അതിൻ്റെ ഒരു യുണീക്ക്നെസ്? ഏറ്റവും അവസാനം വയനാട് ഇലക്ഷനാണ് കണ്ടത്. Right. അവിടെ കാണാത്ത ആവേശം ഇവിടെ ഉണ്ട്. ഉണ്ണിസാറ് പറഞ്ഞ ത്രികോണ മത്സര സാധ്യതയാണ് ഇവിടെ കാണുന്നത്. വടകര കണ്ടതുപോലെയുള്ള ഒരു ഓളം ഉണ്ടാക്കുന്ന ഒരു പ്രചരണമാണ് UDFന്റെ. ഇന്ന് കണ്ട ഷാഫി ആയിക്കോട്ടെ, രാഹുൽ ആയിക്കോട്ടെ, ആ തരത്തിലൊരു ഓളം ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ കരുതുന്നത്, അതായത് കേഡർ വോട്ടുകൾ ഉണ്ടാവില്ല 3 പാർട്ടിക്കും, അതിലപ്പുറത്ത് ഈ ചാഞ്ചാടുന്ന വോട്ടുകളുണ്ടാവും. ആ ചാഞ്ചാടുന്ന വോട്ടുകൾ പാലക്കാട് ഇത്തവണ നിർണായകമാകും. കാരണം ഈ വിവാദങ്ങൾ സ്വാധീനിക്കാം. ഒപ്പം തന്നെ ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങളുണ്ടല്ലോ, നെൽകർഷകരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ അവർ ചിലപ്പോൾ മാറി ചിന്തിക്കും. ഈ വിവാദങ്ങൾ ഉൾപ്പെടെ ചിന്തിച്ച് മാറ്റിക്കുത്താനുള്ള സാധ്യത ഇക്കുറി കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് മുഖ്യമന്ത്രി ചെറിയൊരു വിവാദത്തിന് തിരികൊളുത്തിയിരുന്നു. ഈ സന്ദീപ് വാര്യർ പ്രശ്നം, അത് ലീഗിന് സാധാരണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ലീഗിനോടുള്ള സമീപനം CPM മാറ്റിയിരുന്നു. അപ്പോഴും പാണക്കാട് തങ്ങൾമാരെ വിമർശിക്കാൻ CPM നേതൃത്വം തയ്യാറായിരുന്നില്ല. ഇന്ന് മുഖ്യമന്ത്രി സാദിഖിൽ തങ്ങളുടെ പേരെടുത്ത് പറഞ്ഞാണ് വിമർശനം ഉന്നയിച്ചത്. അതും അനുയായി. അത് ലീഗുകാർക്ക് നല്ല രീതിയിൽ വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. അത് ഏതെങ്കിലും ലീഗുകാർക്ക് സന്ദീപ് വാര്യർ ഇവിടേക്ക് വന്നതുകൊണ്ട് സങ്കടമുണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കാരണം ആ സങ്കടം മാറാനുള്ള സാധ്യതയുണ്ട്. അത് UDFന് ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ.